യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തകൾ റോമാലേഖനം 8-ാം അധ്യായത്തെ ആസ്പദമാക്കി ചിന്തിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ. ഇന്നും നമ്മൾ റോമാലേഖനത്തിൽ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ ഭൂമിയിൽ ഈ ജഡത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് എപ്രകാരം ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ നിങ്ങളോട് വീണ്ടും ഓർമ്മിപ്പിച്ച് സംസാരിച്ചതുപോലെ ഈ ഭൂമിയിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരു ആത്മീക ജീവിതം നയിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ദൈവത്തിൻ്റെ വചനം അത് നമ്മളോട് വ്യക്തമായി പറയുന്നുണ്ട്. ദൈവത്തിന് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് ദൈവം എപ്പോഴും തൻ്റെ ദാസന്മാരിലൂടെ നമുക്ക് എപ്രകാരമാണ് സ്വർഗീയമായ സഹായം ദൈവം നൽകുന്നതെന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യമാണ്. ഞാൻ വേദഭാഗം ഒന്ന് വായിക്കുന്നു. ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അടുത്ത വാക്യങ്ങൾ നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. ഇവിടെ ഔവണ്ണം തന്നെ എന്ന പ്രയോഗം അതുകൊണ്ട് തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് ഉദ്ദേശിക്കുന്നത് മുൻ പറഞ്ഞ ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നതെന്നാണ്. ഞാൻ ചിന്തിക്കുന്നു ഈ ദിവസങ്ങളിലെ ഈ വചനധ്യാനം മൂലം ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടായി എന്ന്. തീർച്ചയായിട്ടും ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ പോകുമ്പോഴാണ് നമ്മളുടെ യേശുവിനോടൊപ്പമുള്ള ജീവിതത്തെ ആസ്വദിക്കുവാൻ നമുക്ക് കഴിയുന്നത്. പല ആളുകൾക്കും ഇങ്ങനെയുള്ള ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്രകാരം ദൈവം ഒരുക്കുന്നതായ നന്മകളെക്കുറിച്ച് പലപ്പോഴും അറിയില്ല. നാം ക്രിസ്തുവിൻ്റെ ആത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ പഴയ നിയമത്തിലൊരു സംഭവം ഓർമ്മ വരുന്നുണ്ട്. ഗോലിയാത്ത് എന്ന ഫെലിസ്തീയ മല്ലൻ ഇസ്രയേലിയ പർവ്വത നിരകളിൽ വന്ന് ഇസ്രയേലിനെ വെല്ലുവിളിക്കുക. ഇസ്രയേലിയ സൈന്യത്തെ വെല്ലുവിളിക്കുന്നു, ഇസ്രയേലിയ രാജാവിനെ വെല്ലുവിളിക്കുന്നു. പക്ഷേ അവർക്കാർക്കും തന്നെ ഈ ഒരൊറ്റ മനുഷ്യനെ നേരിടുവാൻ കഴിയാതെ അവരെല്ലാം ഭയത്തിന് അടിമകളായി തീർന്നു. പക്ഷേ അവിടെ ഒരു ബാലൻ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദാവീദ് ചെറുബാലനാണ്. ഭവനത്തിൽ പോലും അവൻ ഇളയവൻ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ഒതുക്കി നിർത്തിയതായ അനുഭവമുള്ളപ്പോഴും ഈ ബാലൻ്റെ പ്രത്യേകത ദൈവവുമായിട്ടൊരു ബന്ധം സൂക്ഷിക്കുന്നവനായിരുന്നു ഈ ബാലൻ. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പലപ്പോഴും അവനെ ഓരോരോ കാര്യങ്ങൾക്ക് ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത അതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ അക്നോളജ് ചെയ്യുമ്പോൾ, നമ്മൾ അറിയുമ്പോൾ, അവനെ തിരിച്ചറിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരോ കാര്യത്തിനായി ചുമതല നൽകും. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് ചുമതല നൽകി ദാവീദിനെ ഈ ഫെലിസ്ത്യ മല്ലൻ്റെ അടുക്കിലേക്ക് അയക്കുക. നോക്കിക്കേ, ദാവീദ് ചെയ്ത കാര്യം എന്താ? ശൗൽ രാജാവ് ഇതറിഞ്ഞപ്പോൾ താൻ തൻ്റെ പടച്ചട്ട അവൻ അണിയിച്ചു, വാള് കൊടുത്തു. പക്ഷെ അതൊന്നും ദാവീദ് പറയുന്നു, എനിക്ക് വശമില്ല. എനിക്ക് ആകപ്പാട് വശമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന പോലെ തോട്ടിൽ നിന്നും 5 മിനുസമുള്ള കല്ലെടുത്ത് അവൻ ഗോലിയാത്തിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു, അങ്ങനെ തോട്ടിൽ നിന്ന് കല്ലെടുക്കുമ്പോൾ യാതൊരു പടച്ചട്ടിയുമില്ലാതെ ആയുധങ്ങളുമില്ലാതെ ഗോലിയാത്തിൻ്റെ അടുക്കിലേക്ക് വെല്ലുവിളിക്കുവാൻ, അവനെ കൊല്ലുവാൻ വേണ്ടി ഈ കൊച്ചു ദാവീദ് കടന്നു പോകുമ്പോൾ ആളുകൾ പറയുന്നുണ്ടായിരിക്കാം. ആളുകൾ പറയുന്നു, എടാ മോനെ, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നീ എന്താ ഈ പണി കാണിക്കുന്നത്? നിന്നെ അദ്ദേഹം കൊന്നുകളയും. നീ വെറുതെ നിന്റെ പ്രാണനെ വെച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ ഈ ദാവീദ് ധൈര്യപ്പെട്ട പോകുന്നത്, കാരണം ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, ഗോലിയാത്തിന് മുമ്പിൽ ചെന്നപ്പോൾ ദാവീദ് പറഞ്ഞെന്താ? നീ നിന്ദിക്കുന്ന യഹോവയുടെ നാമത്തിൽ ഞാൻ കടന്നു വരുന്നു, ദൈവശക്തിയോടെ ഞാൻ കടന്നു വരുന്നു. നോക്കണേ, അവിടെയാണ് ദൈവശക്തിയുടെ പ്രദർശനമുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ ആത്മാവിനോട് നാം പറ്റിയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തെ നാം നേടുമ്പോൾ, നമ്മളെക്കൊണ്ട് ദൈവം ലോകത്തെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ, അതേ അനേകർക്ക് അനുഗ്രഹമായുള്ള കാര്യങ്ങൾ ദൈവം നമ്മളിലൂടെ ചെയ്തെടുക്കും. എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. ഒരൊറ്റ ഏറുകൊണ്ട് ആ ഗോലിയാത്തിനെ അവനോട് വീഴ്ത്തി.
വലിയൊരു വിജയം ഇസ്രായേലിന് നേടിക്കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നീ നയിക്കപ്പെടുന്നുവെങ്കിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതായ ദൈവിക നന്മകളെയും അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും നിന്റെ ജീവിതത്തിൽ നിനക്ക് കാണുവാൻ സാധിക്കും. അതെ, ദൈവത്താൽ നമുക്കത് സാധ്യമാണ്. ഇവിടെ പറയുന്നു, ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ഒരു എക്സ്പ്ലനേഷൻ ഇതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്. ഒരു ഭാരമുള്ള വസ്തു ഒരാൾ ഉയർത്തുവാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ഞാൻ ഈ ഉപയോഗിക്കുന്ന ടേബിൾ, അതിലേക്ക് ഉയർത്തുവാൻ ഞാൻ പരിശ്രമിക്കുമ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എൻ്റെ ബലഹീനത. എനിക്ക് ഇതിനെ ഉയർത്താനുള്ള കഴിവില്ല. പക്ഷെ ഇത് കണ്ടുകൊണ്ട് മറ്റൊരാൾ പറയുന്നു, ബ്രദറെ, നിങ്ങൾക്ക് ഈ മേശ ഉയർത്താൻ കഴിയുന്നില്ലേ? ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ആ കടന്നു വരുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് തുണ നിൽക്കുന്നവൻ, സഹായിക്കുന്നവൻ എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ, പല വിഷയങ്ങളിലും നമ്മൾ അശക്തരായി മാറുമ്പോൾ, നമ്മെ നോക്കിക്കൊണ്ട് നമ്മെ സഹായിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവശക്തിയാണ് ഇവിടെ പറയുന്നത് ആത്മാവ്. അത് നമ്മളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നേച്ചർ, ക്രിസ്തുവിൻ്റെ ശക്തിയുടെ ഒരു നേച്ചറാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതെ, നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആത്മാവോടൊപ്പം ഉള്ള ജീവിതം നിങ്ങൾ നയിക്കുന്നെങ്കിൽ, ആത്മാവിനെ കെടുത്താതെ, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സം ചെയ്യാതെ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ മനസ്സിലാക്കി നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ആ ആത്മാവിൽ ശരണപ്പെടുവാൻ, ആ ആത്മാവിനോടൊപ്പം ഒരു ജീവിതം നയിക്കുവാൻ, ആ ആത്മാവിനോടൊപ്പം നമുക്കായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്ക ഇടയായി തീർന്നല്ലോ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായമുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്നതായ സകല വെല്ലുവിളികളുടെ മേലും വിജയമുണ്ടാകുമെന്നുള്ള ആ വലിയൊരു ഉറപ്പ് ഇന്ന് ഈ വചനധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് bless you all.